നമ്മൾ നമ്മുടെ ഓറയിൽ ഹരാകേന്ദ്രത്തിൽ കൈ ഇങ്ങനെ വെക്കുമ്പോൾ അപ്പം തന്നെ ഒരു തള്ളൽ അനുഭവപ്പെടുന്നു. ഇത് സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ വൈകാരിക ശരീരവും ഊർജ്ജ ശരീരവും രണ്ടും റിസൊണൻ്റ് ആവുന്നു, ഒരേപോലെ ആവുന്നു. അതായത് നമ്മുടെ വൈകാരിക ശരീരത്തിലുള്ള എല്ലാ ട്രോമാസും എനർജി ഫീൽഡിലേക്ക് സംക്രമിക്കും സാധാരണ. അതാണ് എനർജി ഫീൽഡിലുള്ള പ്രോബ്ലങ്ങൾക്ക് കാരണം. ഗിരീഷ് സർ, പലതരത്തിലുള്ള മെഡിറ്റേഷനുകളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ അടുത്തിടയ്ക്ക് ഞാനൊരു മെഡിറ്റേഷനെ പറ്റി അറിയാനിടയായി. നാദബ്രഹ്മ മെഡിറ്റേഷൻ എന്താണത്? നാദബ്രഹ്മ മെഡിറ്റേഷൻ ഓഷോ ഡിസൈൻ ചെയ്തൊരു മെഡിറ്റേഷനാണ്. എന്നാൽ അതിൻ്റെ ബേസ് അടിസ്ഥാനം ടിബറ്റാണ്. ടിബറ്റിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. കുറച്ചുകൂടി നന്നായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ യോഗയിലെ ഭ്രമരി പ്രാണായാമമായിട്ട് അതിന് ബന്ധമുണ്ട്. നാദബ്രഹ്മ മെഡിറ്റേഷൻ വളരെ മനോഹരമായൊരു മെഡിറ്റേഷനാണ്. ഞാൻ വളരെ ആസ്വദിച്ച് ഒരുപാട് കാലം ചെയ്ത മെഡിറ്റേഷനാണ്. അതേപോലെ ഞാൻ ഓൺലൈൻ പരിശീലനം കൊടുത്തപ്പോൾ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ആഴത്തിൽ പരിവർത്തനം വരുത്തിയ ഒരു മെഡിറ്റേഷനാണ്. അതെ അതെ, ഞാൻ അതിനെപ്പറ്റി അറിയാനിടയപ്പോൾ ഇങ്ങനെയാണ് ഞാൻ വായിച്ചത്. അതായത് ഒരുപാട് പരിവർത്തനങ്ങൾ ഒരു വ്യക്തിയിൽ കൊണ്ടുവരാൻ സാധിക്കുമെന്ന്. അതായത് അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇമോഷണൽ ട്രോമ, വൈകാരികമായുള്ള ക്ഷതം, അതിനെ ഹീല് ചെയ്യാൻ ഇന്ന് ഏറ്റവും ഫലപ്രദമായ ഒരു മെഡിറ്റേഷനാണ് നാദബ്രഹ്മ മെഡിറ്റേഷൻ. അതിലുള്ള ഭ്രമരി പ്രാണായാമം, ഹമ്മിങ് ആണ്. അത് മൂള, നമ്മൾ ഒരു വണ്ട് മൂളുന്നത് പോലെ ശ്വാസം ഉള്ളിലേക്ക് എടുത്തിട്ട് മൂളിക്കൊണ്ടേയിരിക്കാം. എന്നാൽ ഭ്രമരി പ്രാണായാമത്തിൽ നിന്ന് ചെറിയ വ്യത്യാസങ്ങൾ അതിലുണ്ട്. ഒന്ന്, നമ്മൾ ഇൻഹെയിൽ ചെയ്തിട്ട് നമ്മുടെ ഹരാകേന്ദ്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഊർജത്തിന്റെ കേന്ദ്രമാണ്, സ്വാധിഷ്ഠാന ചക്രം. അവിടെ വരെ നമ്മൾ ശ്വാസം എത്തുന്നതായി സങ്കല്പിച്ചുകൊണ്ട് ശ്വാസം എടുത്തിട്ട് ആ ശ്വാസം പുറത്തേക്ക് വിടുമ്പോഴാണ് നമ്മൾ മൂളുന്നത്. ഒരു വണ്ട് മൂളുന്ന ശ്വാസം എടുത്ത് നമ്മൾ ഇങ്ങനെ ദീർഘമായിട്ട് നമ്മൾ അതൊരു പോയിന്റ് ആകുന്നത് വരെ നമ്മൾ മൂളിക്കൊണ്ടേയിരിക്കാം. ഇങ്ങനെ ആവർത്തിച്ച് നമ്മൾ മൂളുന്നു. അങ്ങനെ മൂളുമ്പോൾ നമ്മുടെ വൈകാരികമായിട്ടുള്ള എന്തെങ്കിലും ട്രോമകൾ നമുക്കുണ്ടായിട്ട് അതിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് ഹീൽ ചെയ്യപ്പെടുന്നു. അരമണിക്കൂർ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ. ഇത് അരമണിക്കൂറാണോ കണ്ടിന്യൂസ്ലി ചെയ്യുന്നത്? ഈ മെഡിറ്റേഷനിൽ, ഓഷോ നാദബ്രഹ്മ മെഡിറ്റേഷനിൽ അരമണിക്കൂറാണ് തുടർച്ചയായിട്ട് നമ്മൾ ഹമ്മ് ചെയ്യേണ്ടത്. അപ്പോഴേക്കും ആ ഇമോഷണൽ ബോഡിയിൽ, നമ്മുടെ വൈകാരിക ശരീരത്തിൽ ഈ ഹീലിംഗ് പ്രോസസ്സ് നടക്കുമ്പോൾ നമ്മുടെ എനർജി, ഊർജ ശരീരം, നമ്മുടെ ഓറ എക്സ്പാൻഡ് ചെയ്യും. നമ്മുടെ എനർജി ബോഡി നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യും. നമ്മുടെ എനർജി ബോഡിയും പ്രപഞ്ചത്തിന്റെ എനർജി ബോഡി, ബയോസ്ഫിയർ എന്ന് പറയും, എപ്പോഴും കൊടുക്കൽ വാങ്ങൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ബ്രീത്തിങ്ങിലും അത് നമ്മുടെ ശ്വാസം മാത്രമല്ല, കൂട്ടത്തിൽ പ്രാണ എന്ന് പറയുന്ന ഊർജം, കി എന്ന് പറയുന്ന ഊർജം, ജൈവോർജം പ്രപഞ്ച കോസ്മിക് അല്ല ബയോസ്ഫിയറുമായിട്ട് കൊടുക്കൽ വാങ്ങൽ നടത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അത് ബോധപൂർവം ഒന്നുകൂടി കൂട്ടാനുള്ള താന്ത്രികമായി ടിബറ്റൻ താന്ത്രിക പ്രോസസ്സാണ് പിന്നീടുള്ളത്. അത് നമ്മൾ കൈ ഇങ്ങനെ നമ്മുടെ ഹരാകേന്ദ്രത്തിൽ വെച്ചിട്ട് ഈ രീതിയിൽ എനർജി ബയോസ്ഫിയറിലേക്ക് കൊടുക്കുന്നത് പോലെ നമ്മളിങ്ങനെ ഈ ഇതിലാണ് നമ്മൾ മൂവ് ചെയ്യേണ്ടത്. ഈ ദിശയിലാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്. എന്നാൽ ഈ സ്പീഡിലല്ല, വളരെ സ്പീഡ് കുറച്ച് ദൂരെ നിന്ന് ഒരാൾ നോക്കിയാൽ നമ്മുടെ കൈ മൂവ് ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ആദ്യമുള്ള ഹമ്മിങ് വളരെ പവർഫുള്ളായി എഫക്റ്റീവായി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഓറയിൽ ഹരാകേന്ദ്രത്തിൽ കൈ ഇങ്ങനെ വെക്കുമ്പോൾ അപ്പം തന്നെ ഒരു തള്ളൽ അനുഭവപ്പെടുന്നത്. ഇത് സ്വാഭാവികമായിട്ട് ഓട്ടോമാറ്റിക്കലായിട്ട് കൈ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഈ ഹമ്മിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ കൈ ഇങ്ങനെ മൂവ് ചെയ്യണം. ഹമ്മിങ് ചെയ്തതിന് ശേഷമുള്ള പ്രോസസ്. ആദ്യം ഹമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ കൈ സ്വാഭാവികമായിട്ട് മടിയിൽ ഇങ്ങനെയോ ഈ രീതിയിലോ വെച്ചുകൊണ്ട് നമ്മൾ ഹമ്മിങ് ചെയ്യുന്നത്. ഹമ്മിങ് ചെയ്തതിന് ശേഷമുള്ള അടുത്ത സ്റ്റെപ്പാണ് നമ്മൾ കൈ നീക്കുന്നത്. ഇത് എനർജി പ്രകൃതിയിലേക്ക് നമ്മൾ കൊടുക്കുന്നു, ഷെയർ ചെയ്യുന്നു. നമ്മൾ അമിതമായിട്ട് അല്ലെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടായിട്ടുള്ള ജനറേറ്റ് ചെയ്ത ഊർജത്തെ നമ്മൾ പ്രകൃതിയിലേക്ക് കൊടുക്കുന്നു. അതിനുശേഷം അതൊരു 7.5 മിനിറ്റാണ്. ഇതിന് മനോഹരമായുള്ള മ്യൂസിക് ഉണ്ട്. ആദ്യത്തെ ഹമ്മിങ്ങിൽ ഹീലിംഗ് ബെൽസ്, ടിബറ്റൻ ഹീലിംഗ് ബെൽസ് ആണുള്ളത്. ആ ബെൽസ് ഓഷോ ഡിസൈൻ ചെയ്താണ്. വളരെ മനോഹരമായുള്ളൊരു മ്യൂസിക്കാണ്. അതിൽ നമ്മുടെ ഹമ്മിങ്ങും ആ ബെല്ലും റിസൊണന്റ് ആയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ തന്നെ നമ്മൾക്ക് വൈകാരികമായുള്ളൊരു ഹീലിംഗ് ഉണ്ടാവും. അപ്പോൾ ഇതിനു ശേഷം നമ്മൾ പ്രകൃതിയിലേക്ക് കൊടുത്തു.
അതിനുശേഷം നമ്മൾ പ്രകൃതിയിൽ നിന്ന്, ബയോസ്ഫിയറിൽ നിന്ന് നമ്മൾ എനർജി സ്വീകരിക്കുന്നതായിട്ട് ഭാവന ചെയ്തുകൊണ്ട് കൈ കമിഴ്ത്തി വെച്ചിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഈ ഡയറക്ഷനിലാണ് ആ മൂവ്മെന്റ്. ആദ്യം ക്ലോക്ക് വൈസും പിന്നെ ആന്റി ക്ലോക്ക് വൈസും. അത് വ്യത്യാസം വരും, രണ്ടും ഉണ്ടാവും. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ കൈ ക്ലോക്ക് വൈസിലാണെങ്കിൽ ഈ കൈ ആന്റി ക്ലോക്ക് വൈസിലാണ്. തിരിച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഈ കൈ ആന്റി ക്ലോക്ക് വൈസിലാണ്, ഈ കൈ ക്ലോക്ക് വൈസിലാണ്. ഓക്കെ, അപ്പോൾ രണ്ടും വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നീക്കുമ്പോൾ നമ്മൾ ഭാവന ചെയ്യേണ്ടത് നമ്മളുടെ എനർജി ബോഡിയിലുള്ള, ഊർജ്ജ ശരീരത്തിലുള്ള ഊർജത്തെ പ്രപഞ്ചത്തിന്റെ ബയോസ്ഫിയറിലേക്ക് നമ്മൾ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോസസ്സ് അത് 7.5 മിനിറ്റ് ആണ്, 2 മ്യൂസിക്കാണ്. ഈ 15 മിനിറ്റ് കഴിയുമ്പോൾ ടിബറ്റൻ ബെൽസ്, പിന്നെ എനർജി ഷെയറിങ്, എനർജി റിസീവിങ്. ഈ പ്രോസസ്സ് നടക്കുമ്പോഴേക്ക് നമ്മുടെ ഓറ, നമ്മുടെ എനർജി ഫീൽഡും പ്രപഞ്ചത്തിന്റെ എനർജി, പ്രകൃതിയുടെ ബയോസ്ഫിയറും തമ്മിൽ വലിയൊരു കണക്ഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ എനർജി ഫീൽഡ് വളരെ റിച്ച് ആയിരിക്കും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വൈകാരിക ശരീരവും ഊർജ ശരീരവും രണ്ടും റിസൊണൻ്റ് ആവുന്നു, ഒരേപോലെ ആവുന്നു. അതായത് നമ്മുടെ വൈകാരിക ശരീരത്തിലുള്ള എല്ലാ ട്രോമാസും എനർജി ഫീൽഡിലേക്ക് സംക്രമിക്കും സാധാരണ. അതാണ് എനർജി ഫീൽഡിലുള്ള പ്രോബ്ലങ്ങൾക്ക് കാരണം. എന്നാൽ ഇതിന് ആത്മീയമായുള്ളൊരു വലിയ ആഴത്തിലുള്ള തലമുണ്ട്, വളരെ ആഴത്തിലുള്ള ആത്മീയമായുള്ളൊരു തലമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഹമ്മിങ് ചെയ്യുന്നു, മൂളുന്നു. ഈ മൂളലിന് നാദവുമായിട്ട് ബന്ധമുണ്ട്. എന്താണ് നാദം? ആത്മീയ നാദം എന്ന് പറയും, അനാഹത നാദം എന്ന് പറയും. എന്താണ് അനാഹത നാദം? അനാഹത നാദത്തെ നമുക്ക് കേൾക്കാൻ പറ്റും. നമ്മൾ ഈ പ്രകൃതിയിൽ കേൾക്കുന്ന ശബ്ദങ്ങളെല്ലാം ഫ്രിക്ഷൻ കൊണ്ടാണ് ഉണ്ടാകുന്നത്, കമ്പനം കൊണ്ടാണ് ഉണ്ടാകുന്നത്. എന്നാൽ പ്രകൃതിയിൽ അനാദിയായിട്ട് ഒരു ശബ്ദമുണ്ട്. ആ ശബ്ദം ഫ്രിക്ഷൻ ഇല്ലാതെ ഉണ്ടാവുന്നതാണ്. അതിനാണ് അനാഹത നാദം എന്ന് പറയുന്നത്. ആ അനാഹത നാദവുമായിട്ട് ഏറ്റവും സാമ്യമുള്ള ശബ്ദമാണ്, ഫ്രിക്ഷനുള്ള ശബ്ദമാണ് ഈ ഹമ്മിങ്. അതുകൊണ്ട് നമ്മൾ തുടർച്ചയായിട്ട് ഹമ്മിങ് ചെയ്യുമ്പോൾ നമ്മൾ അവെയർ ആവുകയാണെങ്കിൽ, നമ്മൾ സൂക്ഷ്മമാവുകയാണെങ്കിൽ, നമ്മുടെ ശ്രദ്ധ സൂക്ഷ്മമാവുകയാണെങ്കിൽ നമുക്ക് അനാഹത നാദത്തിലേക്ക് വഴുതി വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. അതായത് അനാഹത നാദത്തോട് നമ്മൾ എത്രത്തോളം അടുക്കുന്നോ അത്രത്തോളം നമ്മുടെ മിസറി കുറയുകയും നമ്മളിൽ ബ്ലിസ്, ആനന്ദം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ആത്മീയമായിട്ട് നമ്മുടെ ഊർജത്തെ ഉണർത്താനും നമ്മുടെ ഇമോഷണൽ ട്രോമയെ ഹീൽ ചെയ്യാനും ആത്മീയമായിട്ട് അനാഹനാദത്തിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയാണ് നാദബ്രഹ്മ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ. ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.